pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us shoulder one's responsibility of a good citizen. Its history written in letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its cause shall be our cause and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the committee. ആലുവ ദേശം ലയൺസ് ക്ലബിന്റെ 2024-2025 ഇൻസുലേഷൻ മീറ്റിംഗ് മുൻ പ്രസിഡന്റ് ബാബു കൊല്ലംപറമ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. MJF ലയൺസ് സെക്കൻഡ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. പുതുതായി 3 അംഗങ്ങളെ ചേർക്കുകയും ക്ലബിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്ന രീതിയിലുള്ള പ്രൊജക്ടിന്റെ ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ സുനിൽ ജോസഫ് നിർവഹിച്ചു. സോൺ ചെയർമാൻ പീറ്റർ കോയിക്കര, സീനിയർ മെമ്പറായിരുന്ന TT ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. അടുത്ത വർഷത്തെ ഭാരവാഹികളായിട്ട് ദിനേശ് R. പൈ പ്രസിഡന്റായും വിജു ആന്റണി സെക്രട്ടറിയായും PK മോഹനൻ ട്രഷററായും അധികാരമേറ്റു. Lion Babu Kollaparampil, President of Lions Club of Alva Nation. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ലയൺ ജയേഷ് VS MJF സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സുനിൽ ജോസഫ് MJF, Sole Chairperson Lion Peter Koikala, നമ്മുടെ elected President Lion Dinesh R. Pai MJF, നമ്മുടെ സഹോദര ക്ലബിൽ നിന്നും എത്തിയിട്ടുള്ള ലയൺസ് ക്ലബ് ഓഫ് ആലുവ ദേശത്ത് President Lion Thomas Paul Purisheri, Secretary Lion John PM, Treasurer Lion John MB, Lions Club of Alva Town, President Lion Justin Thomas, Secretary Lion Sandosh Xavier, Treasurer Lion Lalu Baby, Lions Club of Alva West, President Lion H.C. Ibrahim Gutti, Secretary Lion KS Sunil Kumar, Treasurer Lion TA Peter, Lions Club of Trikakara, President Lion NR Shaji, Secretary Lion Dhyanat AR, Treasurer Lion Venugopal. Ladies Forum President Lion Leda Jerome, Leo President Lion Arsha Jerome, നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഇൻഡക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള എല്ലാ ലയൺസ് ഫാമിലി മെമ്പേഴ്സ്, children, again a very good evening to all of you. ഇന്നലത്തെ നമ്മുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ലയൺ ബാബു കൊല്ലംപറമ്പിൽ കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം പറഞ്ഞ സമയം കണ്ടെത്തി നമ്മുടെ ക്ലബിനെ നല്ല രീതിയിൽ നയിച്ച് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളും തീർത്തു. ബഹുമാനപ്പെട്ട ബാബു കൊല്ലംപറമ്പിലിനെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി സ്വാഗതം ചെയ്യുന്നു. എല്ലാം പ്രിയങ്കരനായ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇൻസ്റ്റലേഷൻ ഓഫീസറായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ സെക്കൻഡ് VD ശ്രീ ജയേഷ് VS PMJF, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള
RC, SSC ഈ തവണത്തെ നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ലയൺ ദിനേശ് ആർ പൈ, എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ജോഷി ജോസഫ്, ജെറോ സെബാസ്റ്റ്യൻ, അതിനോടൊപ്പം ചേർന്ന് നിന്ന് ഈ ക്ലബിൻ്റെ കഴിഞ്ഞ ഒരു വർഷം തോളോട് തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഈ ക്ലബ്ബ് കഴിഞ്ഞ ഒരു വർഷം പോകുമ്പോൾ നേട്ടങ്ങളായി എടുത്തു പറയാൻ തക്കതൊന്നുമില്ല. എന്നാൽ തന്നെയും എനിക്കൊരു ആത്മവിശ്വാസം തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചെങ്കിലും ഒരു അടക്കും ചിട്ടയുമായിട്ട് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. മറ്റു കൂടുതൽ പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് സംഘടനാ പ്രവർത്തനം. ആ സംഘടന, ഏത് സംഘടന ഏറ്റെടുക്കുന്ന ആ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണം അതിനൊരു അടക്കും ചിട്ടയും വേണം. കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അതിൽ ഏകദേശം എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള പ്രയാണം നല്ല ഭാരവാഹികളാണ് കിട്ടിയിരിക്കുന്നത്. ദിനേശ് ആർ പൈ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ആകുന്ന ആളല്ല. 5 തവണ അദ്ദേഹം ഈ ക്ലബിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. അതുപോലെ തന്നെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബിജു ആൻ്റണി നല്ല വളരെ സൗമ്യശീലനായിട്ടുള്ള വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതുപോലെ മോഹനൻ, PK മോഹനൻ, എൻ്റെ കൂടെ പല സംഘടനകളിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് അടുത്തറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ട്രഷറർ എന്നുള്ള നിലയിൽ ഈ പണമെല്ലാം കാത്തു സൂക്ഷിക്കാനും ഭൂതം എന്താണെന്നോ ഒരു പേര് പറയില്ല, പുല്ല് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച് ഈ ക്ലബിന് വേണ്ട ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും എന്നുള്ള വിശ്വാസം ഉണ്ട്. ഈ ക്ലബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ ഈ ക്ലബ്ബ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ പ്രിയങ്കരനായ ഈ സെക്കൻഡറി DA പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കുറച്ച് നാളത്തെ പരിചയമുള്ളെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മുഖത്തുള്ള ആ ഒരു സൗമ്യ ഭാവവും പുഞ്ചിരിയും കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വരും. ഞാൻ വളരെ അങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ലയൺസ് ക്ലബ്ബിൽ പോകുമ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കുക ആരൊക്കെ എങ്ങനെയൊക്കെയാണ് അവരുടെ ആ മുഖഭാവം, ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും. നമുക്ക് അറിയാൻ സാധിക്കും ഒരു പരിധി വരെയും അവരെ ഏത് രീതിയിലാണ് എന്നുള്ളത് ആണ്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ശ്രീ ജയകൃഷ്ണനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് ഞാൻ കൂടി നിർദ്ദേശിക്കുന്ന സെക്രട്ടറിയെ വിളിച്ചാൽ മതി, അതാണ് കൂടുതൽ നല്ലത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സോൺ ചെയർമാൻ ശ്രീ പീറ്റർ, അദ്ദേഹത്തെ ഞാനിവിടെ പരിചയപ്പെട്ടു. അദ്ദേഹവും എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനാണ് അല്ലേ? അതെ. പിന്നെ കൂടുതൽ പരിചയം ഇല്ലാത്ത ഇവരെല്ലാം തൃക്കാക്കരക്കാർക്ക് എല്ലാം ഇവരെല്ലാം അടിച്ചെടുത്തു, RC SSC ഒക്കെ എല്ലാം. അപ്പം അദ്ദേഹവും ഇപ്പം നല്ലൊരു ടീം വർക്കാണ് ഇവിടെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലബിലും അതുപോലെ തന്നെ RC SSC എല്ലാത്തിലും നല്ല ഒരു ടീം വർക്ക് നടക്കുന്ന സംഘാടന ശേഷിയുള്ളവരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ക്ലബിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഈ സർവീസ് എന്നുള്ള ആണ് പറയുന്ന ലയൺസ് ക്ലബ്ബ്. പക്ഷേ അതിലേക്ക് എത്തപ്പെടണം. നമ്മൾ വെറുതെ
ഈ ഇവിടെ പറയുന്ന കൊണ്ട് ലാസ്റ്റ് നമ്മളൊരു കാര്യം പറയും, ഈ ഫെലോഷിപ്പ് ആൻഡ് ഡിന്നർ. ആ ഫെലോഷിപ്പ് ആൻഡ് ഡിന്നറായിട്ട് മാത്രം ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയും, നമ്മുടെ ക്ലബിനോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമ്മുടെ ആഘോഷം മാത്രമല്ല, നമ്മളുടെ സുഖവും നമ്മളുടെ ആഘോഷം മാത്രമല്ല. ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 125 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം മറ്റുള്ളവർ നോക്കി വീക്ഷിച്ച് കാണുന്നത് വളരെ മഹത്വമേറിയ ഒരു പ്രസ്ഥാനമായിട്ട് കാണുന്നത്. അത് സാധാരണക്കാരെയും അഗതികളെയും അതുപോലെയുള്ള പാവപ്പെട്ടവരെല്ലാം സംരക്ഷിച്ച് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും ക്യാൻസർ പേഷ്യൻസിനുള്ള അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു, അങ്ങനെ ഒത്തിരി 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 അനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ ഈ ഇത് രണ്ടുമായിട്ട് ഈ ഭക്ഷണവും കുടിയുമായിട്ട് മാത്രം മാറാതെ ആ തരത്തിലേക്ക് നമ്മൾ എത്തപ്പെടണം. നമ്മുടെ ക്ലബിന് തുടക്കം കുറിക്കണം. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും എല്ലാം സഹായിക്കാൻ വേണ്ട ഒരു മനസ്സുകൂടി നമ്മൾക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ പുതുതായിട്ട് തിരഞ്ഞെടുപ്പെട്ട നമ്മുടെ ദിനേശ് ആർ പൈ ടീമിനെയും ഞാൻ വളരെ ഹാർദമായി അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ചെയ്യുന്നു. Presiding officer, our President Lion Babu Kollam, Chief Guest and our Second Vice District Governor Lion JHPS, Regional Chairperson Governor Lion JHPS. The greatest entry of Lion JHPS to Lions organization is as the Charter President of Lions Club of Moyduda Global Village in the year 2012. He was conferred with the position of District Chairperson for CSR project in 2013. It was during this year that he could introduce Oxygen, one of the outstanding CSR projects to the district association with the leading MNC. Through this project, he could distribute medicine worth of 50 lakhs to different patients who belong to the economically weaker section of the society. The grand success of this program helped him to become the district project chairperson for CSR in the year 2014. The introduction of the project Snehasraya, a medical camp program for identifying kidney patients in association with the Muthoot Group, which is one of the reputed financial organizations spread throughout India and abroad. Even now, this is the ongoing project of the district and multiple and a project cost of approximately 3 crores and 86 lakh could be spent towards its execution. During the dynastic year 1516, he became zone chairperson, simultaneously holding the position of district chairperson for CSR project as well. The meritorious service rendered by him helped him to become regional chairperson during the succeeding year 2016. It is a feather on the cap of Lion Jayesh that during the year 1718 he could meritoriously perform his duties as district cabinet secretary. From 1889 onwards, he is holding position of district secretary for information technology, communication and publication. It is during this time that he could introduce Lion Mobile Directory, Lion Television and user-friendly district website, in addition to the official publication of the district's Lion Voice. The introduction of the most efficient software for online election during the 2020-21 supplied a uniqueness to his game. In the year 22-23, he successfully performed as the editor of Lion Directory, currently as the Chief Program Director and also elected as the second Vice District Governor of our district. He was adjudged as the Best President in the year 2012, Best District Officer in the year 2013 and Best District Project Chairperson in the year 2014. Lion JSVS was awarded with the International President Certificate of Appreciation 7 times and the International President Leadership Medal in the year 1560. He is the recipient of President Medal from International President in the year 1780. During the same period, he was Lion of the Year from the district as well from our multiple. He was also adjudged as the District Secretary for IT and Communication consecutively for 2019, 2020, 2021, 2022 and 2023.
Lion Jayesh is a member of the Wise Men's International and he was the district bulletin editor during 2013-14. He was the president of Financial Forum and holds a membership of various organizations like JCS International, Kerala Management Association. Lion Jayesh is graduated from Mar Athanasius College, Kodamangalam and took MBA from Bharatiyar University, Coimbatore. He had started his career as the branch manager in a leading NBFC in the year 1996 and became its regional manager. He has also served as the GM and managing editor for various financial newspapers. Now he is the director of Zebra Group of Companies. He also serves as the district director in various organizations like Current Business Incorporated, Vista Futura Industries Private Limited, Suramya Group of Companies, Capital Business Corporation. He is a well-known financial and trading consultant as well. Lion Jayesh belongs to Veliyavittu family of Arappuzha and is son of Mr. Sudhakaran Nair and Srimati C.N. Chandriya Kunjan. Lion Jayesh is married to Srija, who is employed in a state revenue department. The couple is blessed with 2 children, Gautam and Swati. Both are students. Thank you. പ്രൗഢഗംഭീരമായ ഇന്നത്തെ ഇൻസ്പിറേഷൻ സെറമണിക്ക് നിങ്ങളുടെ മുന്നിൽ എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ആത്മാർത്ഥ മിത്രം പ്രിയപ്പെട്ട സാകേഷ് കുമാറിനുള്ള എല്ലാവരും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നതായി. വളരെ നാളുകൾക്ക് ശേഷം സ്ഫുടമായിട്ട് ഫ്ലാഗ് സല്യൂട്ടേഷൻ കേട്ടതിന്നാണ് പ്രിയപ്പെട്ട ലിയോ ഔദ്യോഗിക ജറമുള്ള ആ ഒരു അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. Chairman of this meeting, President Lions Club of Alvar Desam, Lion Babu Kollamparambir. Our Regional Chairperson, Lion Sunil Joseph, FJF. Zone Chairperson, Lion Peter Koyekara. Incoming President, Lion Vinay Sarpai. Ladies Forum President, Lada Jerome. Leo President, Leo Asha Jerome. New members from other clubs, senior most leaders of this district, my dear brothers and sisters, Namaste, happy evening. എനിക്ക് ഇതിനോട് ആദ്യമായിട്ട് ഒരു നന്ദി എനിക്ക് രേഖപ്പെടുത്താറുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ കടമ പൂർത്തിയാകില്ല. കാരണം കഴിഞ്ഞ ഏപ്രിൽ 21 നടന്ന ഡിസ്ട്രിക്ട് ഇലക്ഷനിൽ ലയൺസ് ക്ലബ് ഓഫ് ആലുവ ദേശം എന്നോടൊപ്പം 100% അതുകൊണ്ടാണ് എനിക്ക് 99.8% വോട്ട് മേടിച്ച് ആ ഇലക്ഷൻ വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഇലക്ഷൻ ശേഷം ഞങ്ങൾ വിധിജിമാർക്ക്, അതായത് ഫസ്റ്റ് ഗവർണർ നമ്മുടെ പ്രിയപ്പെട്ട രാജനും ഫസ്റ്റ് വിജയശായി എനിക്കും ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സ്കൂളിൽ, ലയൺസിൻ്റെ ഓൾ ഇന്ത്യ സ്കൂളിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചു. ഈ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴാണ്, ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളൊക്കെ ഇത്രയും നാളും മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങൾ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ഉപരിയായിട്ട് നിരവധി കാര്യങ്ങളാണ് ലയൺസ് പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിന് മുന്നിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. കഴിഞ്ഞ 108 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാനം കേവലം കാഴ്ച പരിമിതർക്കായിട്ടുള്ള ഒരു സേവനമായിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം തുടങ്ങിയതെങ്കിൽ ഇന്ന് 8ഓളം പ്രധാനപ്പെട്ട ഗ്ലോബൽ കോഴ്സുകളാണ് നമ്മുടെ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. വിവിധ കാറ്റഗറിയിലായിട്ട് കോവിഡ് മഹാമാരി വന്നപ്പോൾ നമ്മുടെ പ്രസ്ഥാനം അതിനുശേഷം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കുട്ടികളിലും നമ്മുടെ മുതിർന്നവരിലും അതുപോലെ തന്നെ മധ്യവയസ്കരും ഒക്കെയുള്ള മനോബലം നേരെ താഴേക്ക് വരുന്നു. മെന്റൽ ഹെൽത്ത് നമുക്ക് എത്തിപ്പെടേണ്ട ഒരു ഏരിയ കൂടിയാണ് എന്ന് പ്രസ്ഥാനം ഇതിനിടയ്ക്ക് കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നിരവധി ഏരിയകളിലാണ് നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് നല്ല ലീഡേഴ്സ് വേണം, നല്ല മെമ്പേഴ്സ് വേണം. ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നൽകുന്ന പ്രധാനപ്പെട്ടത് ലീഡർഷിപ്പിൽ മെമ്പർഷിപ്പാണ്. നല്ല സർവീസ് ചെയ്യണമെങ്കിൽ ലീഡേഴ്സ് മെമ്പർഷിപ്പ് കൂടിയും തീരും. ഇന്റർനാഷണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ ധാരാളം ലീഡേഴ്സ് ഇന്റർനാഷണൽ എത്തിപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എടുത്താലും ഡിസ്ട്രിക്ട് എടുത്താലും ഒട്ടും വിഭിന്നമല്ല, ഇവിടെയൊക്കെ ധാരാളം ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു നഗ്ന സത്യം, നമ്മുടെ ക്ലബ്ബ് ലെവലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഡിസ്ട്രിക്ട് 310C-യിലുള്ള 90% ക്ലബ്ബുകളിലും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറാകാനുള്ള അല്ലെങ്കിൽ PhD ആവാനുള്ള ലീഡർഷിപ്പിൽ വരാനുള്ള ആളുകൾ മടി കാണിക്കുന്നു എന്നൊരു യഥാർത്ഥ കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് എന്തുകൊണ്ടാണ് ലീഡർഷിപ്പിലേക്ക് അംഗങ്ങൾ വരാത്തത്. അതുപോലെ തന്നെ മെമ്പർഷിപ്പ്. നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആകാൻ പോകുന്നത്, അടുത്ത വർഷം ഇന്റർനാഷണൽ പ്രസിഡന്റ് ആകാൻ പോകുന്നത് ഇന്ത്യക്കാരനായ AP സിംഗ് ആണ്. അദ്ദേഹം ആ ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് ആകുമ്പോൾ നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള ഒരു ലക്ഷ്യം 1.5 ദശലക്ഷം അംഗങ്ങൾ ഗ്ലോബലി വേണം എന്നുള്ളതാണ്. ആഗോളതലത്തിൽ 1.5 ദശലക്ഷം അംഗങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് അംഗങ്ങളായി ചേരണം. നമ്മൾ ആ ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധാരാളം മെമ്പേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ 1000 മെമ്പേഴ്സിനെ ഗ്ലോബൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1250 വരെ ഡ്രോപ്പാണ്. സോ മെമ്പർഷിപ്പ് അഡീഷൻ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെമ്പർഷിപ്പ് റീടെൻഷൻ. എനിക്കതൊന്ന് പറയാനുള്ള ഇന്നത്തെ ഇവിടെ ഒരു മഹനീയമായ ചടങ്ങാണ് നടക്കുന്നത്. കാരണം ഇൻസ്റ്റലേഷനോടൊപ്പം തന്നെ 3 അംഗങ്ങളെ കൂടി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ AP സിംഗിയുടെ ആ വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആലുവ ദേശം തുടക്കത്തിലെ തന്നെ അതിലൊരു ഏറ്റെടുത്തു. അതിനുള്ള അഭിനന്ദനം ഞാൻ ആദ്യമായി നേരിടുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം കുറച്ചധികം ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ സംഭവം മാത്രം വിവരിച്ചുകൊണ്ട് ഞാനൊരു കർത്തവ്യത്തിലേക്ക് കടന്നേക്കാം. അതുപോലെ പ്രഭാതത്തിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ അടുത്തേക്ക് കൊച്ചുകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് പപ്പയുടെ ഒന്നും കളിക്കണം, ന്യായമായ ആവശ്യമാണ്. പക്ഷെ പപ്പ വളരെ സീരിയസ് ആയിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളിക്കാം, പത്രം വായിച്ചതിന് ശേഷം കളിക്കാനൊന്നും കുട്ടിയോട് സമ്മതിച്ചില്ല. കുട്ടി വാശിയായി, മനസ്സിലായി ഇനി അങ്ങോട്ട് പോയാൽ പ്രശ്നമാവുന്ന കണ്ടുകൊണ്ട് പിതാവിന് തോന്നിയൊരു ബുദ്ധി, താൻ വായിച്ചു കഴിഞ്ഞ പത്രത്തിന് ഒരു താൾ കീറി അതിനകത്ത് നോക്കിയപ്പോൾ ഒരു ലോകത്തിൻ്റെ ഒരു ഭൂപടം ഉണ്ട്. വിവിധ രാജ്യങ്ങൾ അടയാളപ്പെടുത്തിയുള്ള ഒരു കൊറിയർ സർവീസ് കമ്പനിയുടെ പരസ്യമാണത്. അത് ചെറുതായിട്ട് കീറി കുട്ടിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ പസിൽ ഇതാണ്, ഇത് കൃത്യമായി ഓർമ്മിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഇവിടെ കളിക്കാം. എല്ലാവരും നമുക്കറിയാം അതൊരു ചെറിയ കാര്യമല്ല, ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒട്ടിക്കാൻ വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി 5 മിനിറ്റിന് ശേഷം അത് കുറിച്ചുകൊണ്ട് വരിക. പിതാവിന് അത്ഭുതമായി ചോദിച്ചു, ഇതെന്താണ് സംഭവിച്ചത്? മോൾക്ക് രാജ്യങ്ങളൊക്കെ അറിയാമോ? കൃത്യമായിട്ട് അറിയാമോ? കുട്ടി പറഞ്ഞൊരു മറുപടി, എനിക്ക് ഇന്ത്യ എവിടെയാ, അമേരിക്ക എവിടെയാ, ആഫ്രിക്ക എവിടെയാ, ഉഗാണ്ട എവിടെയൊന്നും എനിക്കറിയില്ല. പക്ഷെ പപ്പ വായിച്ചുകൊണ്ടിരുന്ന പത്രത്തിൻ്റെ പുറകുവശത്ത് ഒരു വലിയ മനുഷ്യന്റെ പടം ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കണ്ണെവിടെയോ, വായെവിടെയോ, മൂക്കെവിടെയോ, ചെവിയെവിടെയോ, കാലെവിടെയോ ഇതൊക്കെ എനിക്കറിയാം. അത് കൃത്യമായി വിളിച്ചപ്പോൾ ആ മനുഷ്യൻ നന്നായി. അങ്ങനെ മനുഷ്യൻ നന്നായപ്പോൾ നമ്മുടെ ലോകോസിറ്റി. എനിക്കിത് പറയാനുള്ളൂ, ആസ് എ ലയൺസ് എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും നന്നായാൽ, നമ്മളെ കൃത്യമായി നിർവഹിച്ചാൽ നമ്മുടെ ലയൺസ് ക്ലബ്ബ് പ്രസ്ഥാനം വളരെ നന്നാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. Present Secretary of this club, can you please rise for a moment? സാർ, എനിക്ക് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് കൃത്യമായി ബോർഡ് കൂടി അലക്ട് ചെയ്തിട്ടുള്ളവരാണോ? പ്ലീസ് ബി സീറ്റഡ്. ചോദിക്കാൻ വേണ്ടി വിളിച്ചത് വന്നു. May I request Lion Tamer, Lion Joshi Joseph, please come forward. സാർ, ഓക്കെ. അടുത്ത വർഷത്തെ ഈ ക്ലബിൻ്റെ ലൈൻ അങ്ങോട്ട് തിരിഞ്ഞു സാർ, ജസ്റ്റ് അടുത്ത വർഷത്തെ ക്ലബിൻ്റെ ലൈൻ ടൈമറായിട്ടാണ് സാറിന് തിരഞ്ഞെടുത്തത്. ലൈൻ ടൈമർ എന്ന് പറഞ്ഞാൽ ലാൽവ ദേശ ക്ലബിൻ്റെ സ്ഥാപക ജംഗമ വസ്തുക്കളുടെ മുഴുവൻ എന്താ പറയുക കസ്റ്റോഡിയനാണ്. ഇതെല്ലാം കൃത്യമായി സ്ഥാപിക്കപ്പെടുന്നത്. ഇവിടെ ഉള്ളപ്പോഴത്തെ നമ്മുടെ ബാനറുണ്ട്, ഗോങ്ങുണ്ട്, ഗാവലുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കസ്റ്റോഡിയൻ താങ്കളാണ്. ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം യഥാസ്ഥലങ്ങളിൽ കൃത്യമായി വെക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കാണ്. ഇനി മീറ്റിംഗിൽ ഒരു ഗസ്റ്റ് വരികയാണെന്ന് വെച്ചാൽ, പുറത്തുനിന്ന് മീറ്റിംഗിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെ കൃത്യമായി സ്വീകരിച്ച് അവരെ കൊണ്ടുപോയി ഇരുത്തേണ്ട, ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇരുത്തേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കാണ്. വലിയ പെർഫോം ദിസ് ഡ്യൂട്ടീസ് ബെസ്റ്റ് ഓഫ് യുവർ ഡ്യൂട്ടി. പ്ലീസ് സ്പീക്ക് സർ. ഒരു 10 മിനിറ്റ് എടുക്കാം. ലൈൻ ടേക്ക് ജിസ്റ്റർ, ലൈൻ ജഡ്സൺ, ജൂഡ്സൺ. ഓക്കെ, ജൂഡ്സൺ. യാ, പ്ലീസ്.
സാറിന് ഈ അടുത്ത വർഷം നമ്മുടെ ക്ലബിൻ്റെ ടൈം ലിസ്റ്റർ എന്ന പദവിയാണ് തന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലബിലെ ഏറ്റവും മനോഹരമായ ഒരു പോസ്റ്റാണ്. കാരണം എല്ലാ ക്യാമ്പംഗങ്ങളുമായിട്ട് ഏത് സമയത്തും ഇടപെടാൻ കിട്ടുന്ന ഒരു അവസരമുള്ളത് ടൈം ലിസ്റ്ററിനാണ്. കാരണം ചില ഡ്യൂട്ടികളുണ്ട്, കൃത്യമായ മീറ്റിങ്ങിൽ വരാത്തവർ ചെറുതായിട്ട് ഫൈൻ ചെയ്യാം, കുഴപ്പമില്ല. അവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഫൈൻ ചെയ്യാം. ഇനി മീറ്റിങ്ങിൽ വന്നിട്ട് പിന്നുണ്ടാകുന്ന വർത്താനുണ്ടെങ്കിൽ അവരെയും ഫൈൻ ചെയ്യാം. അതിനേക്കാൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പരസ്പരം സംസാരിച്ചാൽ അവരെയും ഫൈൻ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ മീറ്റിംഗ് ഭംഗിയായി നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം താങ്കൾക്കാണ്. രസകരമായ പല പ്രോഗ്രാമുകളും അതിനകത്ത് അവതരിപ്പിക്കാം. എൻ്റെ റിക്വസ്റ്റ്, ഈ വർഷം സ്റ്റേജ് ലിസ്റ്റർ ഉള്ളതുകൊണ്ട് 5 മിനിറ്റ് സമയം എല്ലാ മീറ്റിംഗും അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് പെർഫോമൻസ് വേണ്ടി. Will you perform this mission respectively? Yes, sir. Please speak, yes, sir. Then next come directors. Club directors like Joy MD, like Jerome and like Balasubramanian. ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന അതിൽ തന്നെ എന്താണെന്നുള്ളത് കൃത്യമായി ക്ലബിനെ ഡയറക്ടറാണ്. ക്ലബിൻ്റെ ഓരോ പോളിസിയും ഫോർമുലേറ്റ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ക്ലബ് ഡയറക്ടേഴ്സിനാണ്. PSTമാരെ അവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം താങ്കൾക്കാണ്, നിങ്ങൾക്കാണ്. എല്ലാ മീറ്റിങ്ങുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ക്ലബിൻ്റെ എല്ലാ പ്രോഗ്രാംസും കൃത്യമായി നടത്തുന്നുണ്ടോ എന്ന് നോക്കുകയും അത് നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട് ആസ് എ ഡയറക്ടേഴ്സ്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത വർഷം ഈ ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നത് നിങ്ങളെ ആശ്രയിച്ചായിരിക്കും. Will you perform these duties to the best of your ability? Thank you. Next come membership committee chairperson, like engineer BKP. Sir, please. അതുമായി തന്നെ സാറിന് കൺഗ്രാജുലേഷൻ. 3 അംഗങ്ങളെയാണ് ഇന്ന് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഈ ഒരു വർഷം എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായി മെമ്പർഷിപ്പിലേക്ക് പോകുന്നത്? 1.5 ദശലക്ഷം അംഗങ്ങൾ 2 വർഷം കൂടി വരേണ്ടത് ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ടാണ് ആലോചനമാകൃത്യം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നല്ല മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. നോ മെമ്പേഴ്സ് വേണ്ടി ഒന്നും ചെയ്യണ്ട, മെമ്പേഴ്സ് മാത്രം മതി. നല്ല ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ക്ലബിലേക്ക് ആഡ് ചെയ്യുക. അതും നിങ്ങളുടെ എല്ലാവരും ബോർഡോട് അംഗീകരിച്ച് എല്ലാവർക്കും തൃപ്തരായിട്ടുള്ള ആൾക്കാരെ ക്ലബിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, മെമ്പർഷിപ്പ് അഡീഷൻ മാത്രമല്ല, മെമ്പർഷിപ്പ് റിട്ടൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലബിലുള്ളത് കൊഴിഞ്ഞു പോകാൻ പോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് സാറിന്. Will you perform these duties to best of your ability? Please be here, sir. Then service committee chairperson, Chartered Accountant Sakesh Kumar. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ പ്രസ്ഥാനം 8ഓളം ഗ്ലോബൽ കോഴ്സുകളായിട്ടാണ് സർവ് ചെയ്യുന്നത്. ഹങ്കർ വിഷൻ, ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് യൂത്ത്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ സർവീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8ഓളം മേജറായിട്ടുള്ള ഗ്ലോബൽ കോഴ്സുകളാണ് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ പ്രിയങ്കരനായ രാജൻ നമ്പൂതിരി ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെതായ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടേതായ തനതായ ക്ലബിൻ്റെ പ്രൊജക്റ്റുകളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ഒരു വർഷം നടത്തേണ്ടതെന്ന് കൃത്യമായി ബോർഡ് കൂടി നിശ്ചയിച്ച് യഥാസമയങ്ങളിൽ നടത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സർവീസ് ചെയർപേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഡ്യൂട്ടീസ് ബെസ്റ്റ് ഓഫ് എബിലിറ്റി. പ്ലീസ് ബി ഹിയർ, സർ. Then marketing communication chairperson like Chartered Accountant PG Saji. Then LCA chairperson ഉണ്ടോ സാർ? ഇമ്മീഡിയറ്റ് പാസ് പേഴ്സൺ തന്നെ LCF ആയിരിക്കും. ഇമ്മീഡിയറ്റ് പാസ് പേഴ്സൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വൺസ് പ്രസിഡന്റിനെ ഇൻസ്റ്റാൾ ആകുമ്പോൾ ഇമ്മീഡിയറ്റ് പാസ് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആണ്. അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തില്ല. പക്ഷേ ഞാൻ സാറിൻ്റെ LCA ചെയർപേഴ്സൺ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. LCIF അഥവാ ലയൺസ് ഫോർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഫണ്ടിങ് ഏജൻസി. നമ്മുടെ ഡിസ്ട്രിക്റ്റും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ക്ലബുകൾ കൊടുക്കുന്ന ഇന്റർനാഷണൽ അയച്ചു കൊടുക്കുന്ന ചില പ്രോജക്റ്റുകൾ അവർ അംഗീകരിക്കപ്പെട്ടാൽ അതിനുള്ള ഫണ്ട് തരുന്ന ഒരു ഏജൻസിയാണ് LCIF, നമ്മുടെ ഔദ്യോഗികമായ ഏജൻസിയാണ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന ഓരോ ചെറിയ LJF ആയിട്ട് TFJF ആയിട്ട് കൊടുക്കുന്ന ഓരോ ഡോളേഴ്സും അവരത് മാറ്റി വെച്ചിട്ട് നമുക്ക് തിരിച്ചു തരുന്ന ഒരു സമ്പ്രദായം. കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട ബീനാകുമാർ ഏതാണ്ട് 3 കോടി രൂപയാണ് ഇന്റർനാഷണൽ ഗ്രാൻഡുകളായിട്ട് മേടിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് 50 ലക്ഷം രൂപ. ആസ് എ LCA ചെയർപേഴ്സൺ
നമ്മുടെ ക്ലബിൽ നിന്ന് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വേണമെന്നില്ല, പുറമേ കോൺട്രിബ്യൂഷൻ തരുന്നതാണെങ്കിൽ അവരായാലും മതി. ആ എമൗണ്ടുകൾ മേടിച്ച് കൃത്യമായി നമുക്ക് ഇന്റർനാഷണൽ അയക്കാൻ ഉത്തരവാദിത്വം സാധിക്കും. വലിയ പെർഫോമൻസ് ഓക്കെ സാർ, ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല സാർക്ക്. സാറേ LCI കോർഡിനേറ്റർ ജേക്കബ് ഉണ്ടായിരുന്നു സാർ, പ്ലീസ് ജേക്കബ് സാർ പ്ലീസ്. സാർ ചെറിയ ക്ഷമാപണം, LCF ചെയർപേഴ്സണായിട്ട് സാറിന്റെ പേരാണ് നിശ്ചയിച്ചിരുന്നത്. നോർമലി അത് ഇമ്മീഡിയറ്റ് പാസ്പോർട്ടിന് കൊടുക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കണം സാർ, ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വേണ്ടല്ലോ. സാറിനെ കുറിച്ചുള്ള സീനിയർ മോസ്റ്റ് ലൈൻ ലീഡറായ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഇഷ്ടംപോലെ PNJF ആണെങ്കിലും MJF ആണെങ്കിലും ഒക്കെ സാറ് തന്നെ കോൺട്രിബ്യൂട്ടർ മാതൃക കാണിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിലേക്ക്. സോ ഈ ഒരു അടുത്ത വർഷം നമ്മുടെ ലയൺസ് ക്ലബ് ആലുവ ദേശത്ത് നിന്ന് മാക്സിമം LCF-ലേക്ക് MJF ആയിട്ടും മറ്റു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ സാറിൻ്റെ മേൽനോട്ടം നടക്കണം. വലിയ പെർഫോമൻസ് ഡ്യൂട്ടീസ് ബെസ്റ്റ് ഓഫ് യുവർ സ്പീക്കേഴ്സ്. Then Vice Presidents. Prince Varghese and Padmalodhan. ഞാൻ ഈ ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നു. അതെല്ലാം തന്നെയാണ് വൈസ് പ്രസിഡന്റ് ഉള്ളത്. പക്ഷെ ഒരു അഡീഷണൽ ഡ്യൂട്ടിയുണ്ട്. അടുത്ത വർഷം പ്രസിഡന്റ് ആകാൻ പോകുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത സുഹൃത്തായിട്ടുള്ള ദിനേശ് ചേട്ടൻ എങ്ങാനും ഏതെങ്കിലും മീറ്റിംഗ് വന്നില്ലേ അത് ചെയർ ചെയ്യാനുള്ള അവസരം ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആദ്യമുണ്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ സെക്കൻഡ് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അത് ആഗ്രഹിക്കേണ്ട കാരണം അദ്ദേഹമാണെന്ന് എനിക്കറിയാം എല്ലാ മീറ്റിംഗും. സോ അതോടൊപ്പം തന്നെ പുതിയ പ്രസിഡന്റ് വിവിധ കമ്മിറ്റികളുടെ ചാർജ് താങ്കൾക്ക് തരും. ഫസ്റ്റ് മീറ്റിംഗ്, സെക്കൻഡ് മീറ്റിംഗ്, ഇപ്പോൾ ചെയർമാൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ആ കമ്മിറ്റികളൊക്കെ കൃത്യമായി നോക്കുക, ക്ലബിൻ്റെ പൊതുവായ ആക്ടിവിറ്റികളെല്ലാം നോക്കുക, പ്രസിഡന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പങ്കാളികളാവുക. ഫസ്റ്റ് VP എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പ്രസിഡന്റ് ആകുന്നതാണ്. സെക്കൻഡ് VP ഫസ്റ്റ് VP ആവും. അങ്ങനെയാണ് നോർമലി നമ്മുടെ ഒരു പ്രൊസീജിയർ. സോ വിൽ യു പെർഫോം ദിസ് ഡ്യൂട്ടീസ് ബെസ്റ്റ് ഓഫ് യുവർ സ്പീക്കേഴ്സ്. Now the star of the before that treasurer like VK Mohan. അടുത്ത വർഷം ആലുവ ദേശം ക്ലബിൻ്റെ ട്രഷററായിട്ടാണ് സാറിനെ തിരഞ്ഞെടുക്കുന്നത്. ട്രഷറർ മീൻസ് അറിയാമോ, ഇവിടുത്തെ മുഴുവൻ ഫണ്ടിൻ്റെയും കസ്റ്റോഡിയൻ താങ്കളാണ്. ക്ലബിൽ വരുന്ന യഥാസമയം കൃത്യമായ അംഗങ്ങളുടെ നിന്ന് കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുക, കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കുക, അക്കൗണ്ടിൽ വയ്ക്കുക. 2 ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണം. ഒന്ന് പ്രൊജക്ട് അക്കൗണ്ടും വേണം, അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടും വേണം. ഒരു കാരണവശാലും പ്രൊജക്ട് അക്കൗണ്ടിൽ ഒരു ഫണ്ടും അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റാൻ പാടില്ല. ദാറ്റ് മീൻസ് നമുക്ക് യാത്രാ ചെലവോ ആ ചെലവ് ഈ ചെലവൊന്നും പ്രൊജക്ട് അക്കൗണ്ടിൽ എടുക്കരുത്. അത് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ ആസ് എ ട്രഷറർ എന്ന രീതിയിൽ ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പേ താങ്കൾ കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ചെയ്യേണ്ടതാണ്. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി വേണം. അംഗങ്ങളെ അറിയിക്കണം. ഈ വർഷാവസാനമാകുമ്പോൾ ഈ കഴിഞ്ഞ കണക്കുകളെല്ലാം കൃത്യമായി അവതരിപ്പിച്ച് ബോർഡിൻ്റെ അംഗീകാരം മേടിച്ച് നല്ലൊരു പ്രശ്നമായിട്ട് വേണം ഈ വർഷം അവസാനമാകുമ്പോൾ താങ്കൾ പോകുന്നത്. വലിയൊരു പെർഫോമൻസ് ഡ്യൂട്ടീസ് ബെസ്റ്റ് ഓഫ് യുവർ Then joint secretary ഇല്ലല്ലോ അല്ലേ? Then secretary Lion Biju and സർപ്രൈസ്. ക്ലബിൻ്റെ ഒരു വലിയ പൊസിഷനാണ് ആസ് സെക്രട്ടറി നൽകിയത്. സെക്രട്ടറി കൃഷ്ണമാണ് പ്രസിഡന്റിൻ്റെ ഇടത്തും വലത്തുമായിട്ടുള്ള ആളുകൾ. സെക്രട്ടറിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർനാഷണൽ സൈറ്റിലും ഡിസ്ട്രിക്ട് സൈറ്റിലും കൃത്യമായ റിപ്പോർട്ടിംഗ്, ക്ലബിൻ്റെ ആക്ടിവിറ്റീസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യും. അതുപോലെ ക്ലബിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഓരോ മീറ്റിംഗിന് ശേഷവും അത് പ്രിപ്പയർ ചെയ്യുകയും അംഗങ്ങളെ അറിയിക്കുകയും വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മെയിലായിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രൊസീജിയർ അതേ രീതിയിൽ കൃത്യമായി അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇന്റർനാഷണലിൽ നിന്ന് ഒത്തിരിയേറെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. അതും ക്ലബ്ബുകളെ കൃത്യമായി അറിയിക്കണം. ക്ലബ്ബുകളുടെ കാര്യങ്ങൾ തിരിച്ച് അവിടെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. ചുരുക്കി പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലും ഇന്റർനാഷണൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതുപോലെ തന്നെ ക്ലബിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കേണ്ട ഒരു ഉത്തരവാദികൾ താങ്കളാണ്. Will you perform these duties best of your ability? Yes, sir. And now the star of the day, Lion Dinesh Arpai. Incoming president. This one, sir.
ന്യൂലി ഇലക്ടഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ അടുത്ത വർഷം ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് താങ്കൾ. എല്ലാ മീറ്റിംഗും കൃത്യമായി പ്രസിഡന്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചമായി വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ രൂപീകരിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ഡിസ്ട്രിക്ട് ഓർഗനൈസേഷൻ അഡ്വൈസറി കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ 3 മാസത്തിലൊരിക്കൽ സോൺ വിളിക്കുന്ന മീറ്റിങ്ങുകൾ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. എൻഡ് ഓഫ് ദ ഇയർ ഈ ക്ലബിന്റെ സക്സസ് പൂർണ്ണമായി നിൽക്കുന്നത് ദിനേശ് ചേട്ടന്റെ കയ്യിലാണ്. വലിയ പെർഫോമൻസ് ബെസ്റ്റ് ഓഫ് എബിലിറ്റി. ഞാൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ അംഗങ്ങളും ഈ ഇരിക്കുന്ന ബോർഡുകൾ എല്ലാവരും ഒരു കാര്യം ചോദിക്കുകയാണ്. ദിനേശ് ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നമ്മുടെ ക്ലബിനെ ഡിസ്ട്രിക്റ്റിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്ന ക്ലബാക്കി മാറ്റുമെന്ന് അദ്ദേഹം ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ അംഗങ്ങളും എഴുതുന്നത് വിത്ത് ഫാമിലി. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും പ്രസിഡന്റും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടു. അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണ്. അത് തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. ഇവർ തന്നെ വിചാരിച്ചാൽ നടക്കുകയില്ല. നിങ്ങളെല്ലാവരും 100% സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണോ? 100%? ഒക്കെ പറ. താങ്ക് യു സോ മച്ച്. Dear Lions, for presenting me as the second vice speaker of this district, I hereby declare that these lights are duly installed to the respective positions. Sorry, Carol. ഈ ക്ലബിന്റെ താങ്കളോടുള്ള സ്നേഹമാണ്, താങ്കളുടെ കോൺഫിഡൻസ് ആണ്, ഇതൊരു അഭിമാനമാണ്, ഇതൊരു അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ യൂസ് ഇറ്റ് സോ ജുഡീഷ്യസ്ലി ആൻഡ് വൈസ്ലി. ഇത് ഒന്ന് അവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സൈലന്റാണ്. നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ ഞാൻ പ്രസിഡന്റ് പ്ലീസ്. ആ കോളർ കൈമാറ്റം ചെയ്തിട്ട് അദ്ദേഹത്തിന് പുസ്തക ചേർന്നേക്ക് കൊണ്ടുവരുന്നു. പുതിയ പ്രസിഡന്റായിട്ട് ആദ്യ മണി മുഴക്കിയിരിക്കുകയാണ് ദിനേശ് ചേട്ടൻ. സോ ഇന്ന് ആലുവ ദേശത്തിന്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ചടങ്ങ് കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. പുതിയതായിട്ടുള്ള 3 അംഗങ്ങളെ ഇൻഡക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടെ. സോ ഞാൻ പ്രസിഡന്റ് ഒന്ന് 3 പേര് വരും പ്ലീസ്. മിസ്റ്റർ അബ്ദുൽ ഹക്കീം, മിസ്റ്റർ അബ്ദുൽ ഖാദർ ആൻഡ് അഡ്വക്കേറ്റ് ഫിറോസ് ഖാൻ പ്ലീസ്. എന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജാണ്. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ക്ലബ് സന്ദർശിച്ചുകൊണ്ടോ നമുക്ക് ഒരിക്കലും ഒരു ക്ലബിലെ ലയൺസ് ക്ലബിലെ മെമ്പർഷിപ്പ് ആവാൻ സാധിക്കില്ല. നിങ്ങളെ കൃത്യമായ ഈ ലയൺസ് ക്ലബ് ആലുവ ദേശത്തിന്റെ ബോർഡുകൾ പരിഗണിച്ച് നിങ്ങളെ വ്യക്തിപരമായവരെല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ ക്ലബിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സ്വാഭാവികം ഞങ്ങൾ പറയുമ്പോൾ റിക്വസ്റ്റ് സർവേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു കല്യാണത്തോടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ. കാരണം ഒരു കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാർ പരസ്പരം ആലോചിക്കും ഈ വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന പെണ്ണാണോ എന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ കുഴപ്പമൊന്നുമില്ലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലബിലേക്ക് വരുന്ന അംഗങ്ങൾ നമുക്ക് പ്രശ്നക്കാരാകുമോ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. തിരിച്ചും അതുപോലെ തന്നെ ഈ ക്ലബിൽ ബോർഡ് ആവശ്യമുണ്ടോ എന്ന് മെമ്പേഴ്സ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചതിന് ശേഷം, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ ക്ലബിലേക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ, നമ്മുടെ പ്രസ്ഥാനം മോട്ടോ ബീസർ എന്നുള്ളതാണ്. ഐസർ അല്ല ബീസർ. നമ്മൾ ഒരുമിച്ച് കൂടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ് പ്രസ്ഥാനം. ഇതിനകത്ത് പേഴ്സണലായിട്ടോ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ സെക്ടറിയൽ തരത്തിലുള്ള ഒരു ഭാഗ്യം നമുക്കില്ല. നിങ്ങൾ സാധാരണ അംഗങ്ങളായി ചേരുന്നവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ ചേർന്നതിന് എന്താണെന്ന് തിരികെ ലഭിക്കുക. അത് വളരെ ക്ലിയറായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്, പിന്നെ നിങ്ങൾ ചെയ്ത സർവീസിൽ നിന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചമാതിരി തന്നെയുള്ള ലീഡർഷിപ്പിന് വേണ്ടിയുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. നിങ്ങളുടെ കൾച്ചറൽ ടാലൻസ് കുടുംബത്തിനും അതുങ്ങൾക്കും ഒക്കെ ഫാമിലിക്കും കൾച്ചറൽ ടാലൻസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കാര്യം 3 പേരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു ഭാഗം, നിങ്ങളുടെ കഴിവിൻ്റെ ചെറിയൊരു സമയം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഷർ, നിങ്ങളുടെ സമ്പാദത്തിന്റെ ചെറിയൊരു പങ്ക് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒന്നേക്കുക ഐ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയുക. ഐ ഡു hereby accept membership in Lions Club of Alva Desam, knowing that the membership obligated me to participate in all functions of the club to the best of my ability by the Lions Code of Ethics, attend meeting regularly, accept such assignments as are given to me, and contribute my share to the programs of my district and Lions International. Sponsors, please, Babu Chadu, Dinesh Chadu, please. ഇവർക്ക് 3 പേർക്കും ഞാനിത് നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ നമ്മുടെ പ്രധാനം പോകുന്ന APCT ഉണ്ടായി പിന്നാണ് 1.5 മിഷന്റെ പിന്നാണ് ഒരെണ്ണം ഇന്റർനാഷണൽ. Thank you so much, and once again, please, sponsors. 3 അംഗങ്ങളെ മാത്രം ചേർത്ത് ബഡ്ജറ്റ് നിങ്ങൾ ചെല്ലണം. ഐ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയണം. Having sponsored as a member of Lions Club of Alva Desam, do hereby pledge myself to see that he is properly indoctrinated in the activities and functions of the club Lions. I further pledge myself to the best of my ability to see to it that he attends all club functions and that he become a good Lion. So here, നമ്മുടെ Lions Club of മെഡിക്കൽ കിടത്തിയതിനു ശേഷം പോയിരിക്കാം, സീറ്റിലേക്ക് പോയിരിക്കാം. ഈ യോഗത്തിൻ്റെ സംബന്ധിക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ VDG സെക്കൻഡ് VDG ജയേഷ് PMF, നമ്മുടെ റീജിയണൽ ചെയർമാൻ സുനിൽ ജോസഫ്, നമ്മുടെ സോൺ ചെയർമാൻ പീറ്റർ കോയിക്കര, ഇന്ന് പ്രസിഡൻഷിപ്പ് ഒഴിഞ്ഞ് നമ്മുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ബാബു കൊല്ലംപറമ്പൻ, മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് വന്നിരിക്കുന്ന PSTs, നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ്, പുതിയതായി നമ്മുടെ ക്ലബിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ന്യൂ മെമ്പേഴ്സ്, നമ്മുടെ അടുത്ത വർഷത്തെ ദൗത്യം നയിക്കുവാനുള്ള ദൗത്യം എന്നിൽ ഏൽപ്പിച്ചത് വളരെ സന്തോഷകരമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ഇത് ഞാൻ മാത്രം ഏൽക്കുന്ന ഒരു സംരംഭമല്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടറിയും ട്രഷററും ഒന്നിവിടം വരെ വേണം. നമ്മുടെ ക്ലബിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, PSTs എന്ന് പറയും. PST എന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. ഈ 3 പേരുടെയും കോർഡിനേഷനാണ് ക്ലബ്ബ് നയിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അതിന് എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്രട്ടറിയും ട്രഷററും വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് ഈ സ്ഥാനം ഏറ്റിരിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ വയ്യാന്ന് വെച്ചാൽ ഇവർ തിരഞ്ഞെടുത്ത അന്ന് മുതൽ 2 പേരും രാവിലെ ഒരു 8-8:30 എന്നെ വിളിക്കും.
ഇനി ഞങ്ങളെന്താ ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാനും ആകട്ടെ കൺഫ്യൂഷനിലായി. ഇത് തുടങ്ങിയിട്ട് വേണ്ട ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ നമ്മുടെ മോഹൻജിക്കാണ്. മോഹൻജി അത് രാവിലെ മുതൽ ഓരോ കാര്യങ്ങളും ചോദിക്കും, എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മളതിന് വ്യക്തമായ മറുപടികൾ കൊടുക്കും. എന്തൊക്കെയാണെങ്കിലും ആ എന്തൂസിയാസം വളരെ നല്ലതാണ്. നമ്മുടെ അടുത്ത കരിയറിലേക്ക് പോകുവാനായിട്ട് ഏറ്റവും നല്ലൊരു ചുവടുവടിയായിട്ട് ഞാൻ കാണുന്നു. എന്താണെങ്കിലും എൻ്റെ കൂടെ ഇവരുണ്ടാകും, നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഈ തവണത്തെ ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ എംപതി ഇൻ ആക്ഷൻ. എംപതി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. നമ്മുടെ മറ്റുള്ള ആളുകളുടെ സഹാനുഭൂതി നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, വളരെയധികം അർത്ഥവത്തോടു കൂടിയുള്ളൊരു വാക്കാണ് എംപതി എന്ന് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. നമ്മൾക്ക് അതിനുള്ള കുറേ പ്രോഗ്രാംസും അദ്ദേഹം ചാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാംസിലും നമുക്ക് പങ്കെടുത്ത് നമ്മളും പങ്കാളികളാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്നിരുന്നാലും നമ്മളുടെ ക്ലബിൻ്റെ ദൈനംദിനം പരിപാടിയായിട്ടുള്ള ഹങ്കർ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനോടനുബന്ധിച്ച് തന്നെ കമ്മ്യൂണിറ്റി കിച്ചണിലും പങ്കെടുക്കണം. പിന്നെ വീട് വയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു മാസത്തിനകം എന്തായാലും അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതും മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കുടയ്ക്ക് മഴ നിർത്താൻ സാധിച്ചില്ലെങ്കിലും കുട ചൂടി നമുക്ക് മഴയത്ത് നിൽക്കാൻ പറ്റും. ആ ഒരു കുടക്കീഴിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മിസ്റ്റർ ജുഡ്സൺ ഡുറാൻ, ലയൺ ടൈമർ ജോഷി ജോസഫ്. ക്ലബ് ഡയറക്ടേഴ്സ് വന്നിട്ട് ലയൺ സാബു ജോസഫ്, ലയൺ ബാലസുബ്രഹ്മണ്യൻ, ദെൻ ലയൺ ജോറാം സെബാസ്റ്റ്യൻ, ലയൺ ബിജോയ് എം പി. ക്ലബ് ഡയറക്ടേഴ്സാണ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ലയൺ ബാബു കൊല്ലംപറമ്പിൽ. ക്ലബ് മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ ലയൺ CA PG സജീവ്. ക്ലബ് സർവീസ് ചെയർപേഴ്സൺ ലയൺ CA സജേഷ് കുമാർ, സകേഷ് കുമാർ. ക്ലബ് LCIF കോർഡിനേറ്റർ ലയൺ TT ജേക്കബ് PMJF. മെമ്പർഷിപ്പ് ചെയർപേഴ്സൺ ലയൺ ER VK ബേബി MJF. ട്രഷറർ ലയൺ VK മോഹനൻ. അപ്പം ഞാൻ മോഹനെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കൂടാതെ അതിൽ പോകുന്നില്ല, പുതിയ ആൾക്കാർ. സെക്രട്ടറി ലയൺ ബിജു ആൻ്റണി. അദ്ദേഹത്തെ പറ്റിയും പറയാം, അദ്ദേഹം അറിയാം, ഞാൻ അത് പറഞ്ഞില്ല. അദ്ദേഹം ഒരു എറണാകുളത്തൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരു ബിസിനസ്മാനാണ് അദ്ദേഹം. സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൺ പത്മലോചൻ മൈസൽ. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ പ്രിൻസ് വർഗീസ്. ദെൻ പ്രസിഡന്റ് ലയൺ ദിനേശ് R. പൈ. പുതിയ പ്രസിഡന്റും സെക്രട്ടറിക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മുന്നോട്ട് പ്രയാണം നടക്കട്ടെ എന്ന് റെസ്പെക്ട് ചെയ്ത് പറയുന്നു. ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുന്നത്. താങ്ക് യു, നന്ദി. എല്ലാവരും പുതിയ മെമ്പേഴ്സായിട്ട് നമ്മൾ ഈ വർഷം 3 പേരാണ് നമ്മൾ പ്രതിനിധിക്കുന്നത്. അബ്ദുൽ ഹക്കീം PS, പാറയിലെ പ്രസിഡന്റ്, VIP ലൈൻ കോട്ടയക്കാരൻ. ക്ലബിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്നവരാണ്. അദ്ദേഹത്തിന് ബിസിനസ്സാണ് ഹാർഡ്വെയർ ഷോപ്പ്, പാറയിൽ ട്രേഡേഴ്സ് എന്ന് പേര്. വൈഫ് റസീന PA ഹൗസ് വൈഫാണ്. 2 മക്കളുണ്ട്. മോഹൻ ഷെറീഖ് സിയാദ് ചാർട്ടർ അക്കൗണ്ടന്റാണ്, എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ ഹന്ന, അദ്ദേഹത്തിൻ്റെ മകള് ഫെമിന PA, സണ്ണിലോ ഇർഷാദ് MA, മോംസ് വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ് MD. രണ്ടാമത് അടുത്തത് അബ്ദുൽ ഖാദർ UA, ഉള്ളാളി മുണ്ടേറ്റ് മൈത്രിയിലെ ആലുവ. ബിസിനസ്സാണ്
1982, 2005 കാലങ്ങളിൽ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2005, 2011 UK അറ്റ് പ്രസന്റ് ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ്സാണ് ഇപ്പോൾ നടത്തുന്നത്. പിന്നെ സോഷ്യൽ സർവീസ് ഒക്കെ ഉണ്ട്. വൈഫ് ഉമ്മു സൽമ, മകൻ മോഹ്സൻ മുറാദ് റോൾസ് റോയ്സ് കമ്പനിയിൽ UK വർക്ക് ചെയ്യുന്നു. മകള് ഡാനിയ അബ്ദുൽ ഖാദർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് UK വർക്ക് ചെയ്യുന്നു. പെരിങ്ങരത്ത് ഹൗസ്, ബ്രിഡ്ജ് റോഡ്, ബൈപ്പാസ് ജംഗ്ഷൻ, ആലുവ. പരിയാരത്ത് അഡ്വക്കേറ്റാണ്, നമുക്ക് ആവശ്യമില്ല. വൈഫ് സബീന ഫിറോസ് ഖാൻ, ഹൗസ് വൈഫാണ്. ചിൽഡ്രൻസ് ഫിയർ ഫർഷ PF 7th ക്ലാസ് പഠിക്കുന്നു. ഫാത്തിമ ഫൈസ് PF 5th ക്ലാസ് പഠിക്കുന്നു. ക്രിസ്തീവ മഹിളാലയ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. താങ്ക് യു. Chairman of the meeting, Lion Dinesh Arpai. Chief guest of the evening, our beloved second VDG, Lion JS, PS MJF. Son Chairman, Lion Peter Koikara. Immediate past President, Lion Babu Kollamparambil. സമീപ പ്രദേശങ്ങളിലുള്ള ക്ലബ്ബുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ലയൺ ലീഡേഴ്സ്, ഫെല്ലോ ലയൺസ്, family members, Leos, Cubs, good evening all of you. ഇന്ന് ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും സാധിച്ചതിൻ്റെ ഉള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. അതിന് അവസരം ഉണ്ടാക്കി തന്ന ഈ ക്ലബിന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വല്ല നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ വരണയിലേക്ക് വളരെ സന്തോഷം തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് 3 പുതിയ മെമ്പേഴ്സ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. ലയൺ അബ്ദുൽ ഹക്കീം, ലയൺ അബ്ദുൽ ഖാദർ, ലയൺ ഫിറോസ് ഖാൻ. കൺഗ്രാറ്റുലേഷൻസ് ഓൾ 3. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. പക്ഷേ നിങ്ങൾ എല്ലാ ക്ലബ് മീറ്റിങ്ങിലും റെഗുലറായിട്ട് വരണം. എന്നാൽ ക്ലബിൽ മാത്രം ഒതുങ്ങി നിന്ന് പോകരുത്. ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. കാരണം ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് എല്ലാ ഭാഗത്തുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്കീമുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രൊജക്റ്റാണ് ഈ വർഷം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിലെങ്ങനെ നമുക്ക് ഒരു ഭാഗമായി തീരാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയും ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ പ്രോഗ്രാംസിൽ മാക്സിമം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി യു വിൽ ബിക്കം എ റിയൽ ലയൺ വെല്ലുവിളി. കാരണം നമ്മൾ ഇവിടെ മാത്രം ഒതുങ്ങി നിന്ന് പോകരുത്, ലീഡർഷിപ്പിലേക്ക് വരണം. ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനും അതിൽ നിന്ന് ഹാപ്പിനെസ് എൻജോയ് ചെയ്യാനും സാധിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ട്രൂ ലയണാകുന്നത്. അപ്പോൾ നിങ്ങൾ 3 പേര് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള പ്രോഗ്രാംസിൽ പല സ്ഥലങ്ങളിൽ വെച്ച് മീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതുപോലെ പ്രസിഡന്റ് വളരെ ആവേശത്തോടുകൂടി പറഞ്ഞപ്പോൾ ഞാനും അതിനനുസരിച്ച് ത്രില്ലടിക്കണമായിരുന്നു. കാരണം സെക്രട്ടറി ട്രഷറൊക്കെ ഡെയിലി വിളിച്ചു ചോദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അപ്പോൾ അത്ര മോട്ടിവേറ്റഡ് ആയിട്ടൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ റിയലി വി ക്യാൻ ഡു വണ്ടേഴ്സ് ദിസ് ഇയർ. ഞാനിവിടെ ബാനർ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം അതിൽ ഒരുപാട് പാച്ചസ് ഉണ്ട്. അതെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ പഴയ കാലത്തുള്ള പ്രവർത്തനങ്ങളാണ്. ക്ലബ് എക്സലൻസ് അവാർഡ്, ഫെല്ലോ MJF എടുത്തതിനുള്ള പാച്ചസ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് ഇതെല്ലാം വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാങ്ങിക്കണം. ഇതിനുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ഡിസൈൻ ചെയ്യണം. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് കൂട്ടായിരുന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. കാരണം പ്ലാൻ ചെയ്താൽ തന്നെ 50% കഴിഞ്ഞേ. ഇപ്പോൾ പ്രസിഡന്റ് ദിനേശ് സാറ് പറഞ്ഞു നമുക്ക് ഈ വർഷം വീട് വലിയ പ്രൊജക്റ്റാണ്. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ വലിയ പണച്ചെലവില്ലാതെ നമ്മുടെ ശ്രമം കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിലൊക്കെ നമുക്കൊന്ന് ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിൽ ആസി എന്നുള്ള നിലയിൽ എൻ്റെ സേവനം എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് കോൾ മീ. എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തും. ബാക്കി ഞാൻ കൂടെ നിന്നോളാം. ഓക്കെ, ഐ വിൽ ബി അവൈലബിൾ അറ്റ് യുവർ സർവീസ് എനി ടൈം. ജസ്റ്റ് ഗിവ് മി എ കോൾ. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ്. നമുക്ക് എഫക്റ്റീവായിട്ടൊരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകാം. ഈ വർഷം നമുക്ക് ഒരു ചെറിയ ചേഞ്ച് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു 20-30% കൂടുതലായിട്ട്
എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ എങ്ങനെ ടീമിനെ എനർജൈസ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ക്ലബ്ബ് ഒരു 20+ മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണ്. ഇന്ന് 3 പേരെ ആഡ് ചെയ്തു. അതുകൊണ്ട് നിർത്തണ്ട, നമുക്ക് കുറച്ചുപേരോട് ചേർക്കാം. ഇനി ഒരു ഫുൾ ഇയർ നമ്മുടെ മുന്നിൽ ഇരിക്കണല്ലേ, നിങ്ങൾക്കും കൊണ്ടുവരാം. നിങ്ങളുടെ താല്പര്യപ്പെട്ട നന്നായിട്ട് നിങ്ങൾക്ക് ഈ ലയൺസും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇതിന് പറ്റുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള സേവന തൽപരരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനും കൊണ്ടുവരാനും കൂടി സാധിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ഒരു 30+ ഉള്ള ഒരു ക്ലബ്ബൊക്കെ ആയിട്ട് നമുക്കിതിനെ മാറ്റാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വലിയ റിജുവിനേഷൻ ആയിരിക്കും. അതുപോലെ പുതിയ മെമ്പേഴ്സ് വന്നിട്ട് അവർക്ക് എപ്പോഴും റോൾസ് കൊടുക്കണം. മീറ്റിങ്ങിലും സർവീസിലും എല്ലാത്തിനും പുതിയ റോളുകൾ കൊടുക്കുമ്പോൾ അവർ ഇതിലേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ലീഡർഷിപ്പിന് ഒരു ക്രൈസിസ് ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം PST തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെ വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. കാരണം ഒന്നിലധികം ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ക്ലബ്ബ് വളരെ വൈബ്രൻ്റ് ആവുകയും ചെയ്യും. ഒരു ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ആൾക്കാർ എല്ലാ സമയവും നമ്മുടെ കൂടെ കിട്ടും. അപ്പം അതേ രീതിയിലേക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്ലാൻ. നമ്മളൊന്ന് ഒരുമിച്ചിരുന്ന് ഈ വർഷത്തെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കി അതിനൊരു കലണ്ടർ ഓഫ് ഈവൻറ്റ്സ് ഉണ്ടാക്കി അതിന് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പോൾ ക്ലബ്ബ്, ആലുവ ദേശീയ ക്ലബ്ബ് ഈ വർഷം ഒരു ഗംഭീരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈവൻറ്റ് ഈ വരുന്ന ദിവസം നമുക്ക് നടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റലേഷനാണ്. അത് സിയാലിൽ വെച്ചിട്ടാണ്. വലിയൊരു കളർഫുൾ ഈവൻ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും വലിയ ഈവൻ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റാലേഷൻ തന്നെയാണ്. അത് സിയാലിൽ വെച്ചിട്ടാണ്. 21 ജൂലൈയിലാണ്. ക്ലബിൽ നിന്ന് രജിസ്ട്രേഷനൊക്കെ റെഡിയായോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും വരണമെന്നുള്ളതാണ്, വിത്ത് ഫാമിലി. നിങ്ങൾ 3 പേര് മസ്റ്റായിട്ട് വരണമല്ലോ. കാരണം അതൊരു വൈകുന്നേരം മുഴുവനുള്ള ഈവൻ്റാണ്. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 9 മണി വരെയുള്ള ഒരു വലിയ ഒരു പ്രോഗ്രാമാണ്. അതിൽ നമ്മുടെ ഗവർണർ പറഞ്ഞിരിക്കുന്നത് മീറ്റിങ്ങും പ്രസംഗവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് 2.5 hours ഉണ്ടാവുള്ളൂ മാക്സിമം. അതിനുശേഷം ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും അതെല്ലാം പ്രൊഫഷണൽ ആരാണ് സാർ, ഗോപി സുന്ദറിൻ്റെ ഒരു ഷോയാണ്. അതൊക്കെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും. എക്സലൻ്റ് ആയിട്ടുള്ള ഫുഡാണ് അവിടെ സെർവ് ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഈവൻ്റ് ആയിരിക്കും. 2500 മുകളിലുള്ള ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ നമുക്ക് അവിടെ കാണാനും എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പം അത്രയും വലിയൊരു ഈവൻറ്റിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. പ്രസിഡന്റ് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആണല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ നമ്പേഴ്സ് അവിടെ കൊടുക്കണം. അപ്പോൾ PST ഒന്ന് കൂടി ആലോചിച്ചിട്ട് ആ ഒരു കൗണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് പറയുന്നു. നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രൊജക്റ്റ് ഈ വർഷം ഡിസ്ട്രിക്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഓട്ടോറിക്ഷകളിൽ വെക്കാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. അപ്പോൾ അത് ഇപ്പോൾ പല ഓട്ടോകളിലും അങ്ങനെയുള്ള കിറ്റുകളില്ല. ഒരു കിറ്റിന് 650 രൂപയാണ്. അപ്പം നമ്മളുടെ ഒരു കിറ്റ് എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. അത് 10 ഓട്ടോകൾക്കുള്ളതാണ്. 6500 rupees ക്ലബ് കൊടുക്കുമ്പോൾ നമുക്ക് 10 ഓട്ടോറിക്ഷകളിൽ കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ഇനാഗ്രേഷൻ അടുത്ത ദിവസമാണ് നടക്കുന്നത്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ക്ലബ്ബ് ഒരു യൂണിറ്റ് 2 യൂണിറ്റ് അപ്പോൾ 20 ഓട്ടോകൾക്ക് ആണ് ബുക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി കൺഗ്രാജുലേഷൻസ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ അതൊരു ഈവൻ്റായിട്ട് തന്നെ നമുക്കിവിടെ നടത്താനും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നല്ലൊരു പബ്ലിസിറ്റിയും ചെയ്യാം. കാരണം എല്ലാ ഈ 20 ഓട്ടോകളുടെ ലയൺസിൻ്റെ എംപ്ലോയും കാര്യങ്ങളൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എല്ലാ പ്രോഗ്രാമിലും നിങ്ങൾ എത്തിച്ചേരണം. അവിടെ വെച്ച് നമുക്ക് പരിചയവും ബന്ധവും കൂടുതൽ പുതുക്കാം. അതുപോലെ ക്ലബ് എക്സലൻസ് അവാർഡ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടണമല്ലോ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ $10 ഈച്ച്, ഒരു വ്യക്തിക്ക് $10 വെച്ചിട്ടാണ്. അപ്പോൾ 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ $200 ആയിരിക്കും നമുക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്. അതല്ല എന്നാണെങ്കിൽ ക്ലബിലുള്ള ആരെങ്കിലും 1-2 പേരോ മറ്റോ MJF എടുത്താലും മതിയാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം അച്ചീവബിൾ ആണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന
ഇതിൻ്റെ പ്രസിഡന്റായി ഇന്ന് സ്ഥാനമേറ്റ ലയൺ ദിനേശ് പൈ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ലയൺ JHPS MJF സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ, നമ്മുടെ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ച ലയൺ സുനിൽ ജോസഫ് MJF റീജിയണൽ ചെയർപേഴ്സൺ, ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും ഭംഗിയായ രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി മുന്നോട്ട് പോയ ഇന്ന് മുൻ പ്രസിഡന്റായ ലയൺ ബാബു കൊല്ലപ്പറമ്പിൽ, ഈ വർഷം പുതിയതായിട്ട് ഭാരവാഹികളായി ചുമതലയേറ്റ സെക്രട്ടറി വിനു ആന്റണി, മോഹൻജി, ഈ പ്രസ്ഥാനത്തിലേക്ക് ഇന്ന് കടന്നു വന്ന 3 പുതിയ അംഗങ്ങളെ, ലയൺസ് ക്ലബ് കുടുംബാംഗങ്ങൾ, വളരെ പ്രതീക്ഷയോടും എന്നാൽ അതിനേക്കാൾ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ രംഗത്ത് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. കാരണം വളരെ സുശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആലുവയിലെ ക്ലബുകളിൽ ഒന്നാണ് ആലുവ ദേശം ക്ലബ്ബ്. ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അത് ഏറ്റവും ശക്തമായും സുന്ദരമായി സമൂഹത്തിൽ സേവന കർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആലുവയിലെ മറ്റ് ക്ലബുകളിലെ ഭാരവാഹികളും തൃക്കാക്കര ക്ലബിന്റെ ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ. നമ്മുടെ എല്ലാവരുടെയും ധർമ്മവും ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള സഹോദരങ്ങൾക്ക് അവരർഹിക്കുന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിനുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ദൃഢത, ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു ലക്ഷ്യം. ഏതായാലും ലയൺസ് ക്ലബിന്റെ ആലുവ ദേശം ഇന്ന് സ്ഥാനമേറ്റിരിക്കുന്ന ഭാരവാഹികൾക്കും മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർക്കൊക്കെ എല്ലാവരും ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാവിയിലെ വരുന്ന ഒരു വർഷം, ആ വർഷത്തേക്കുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ RC അതുപോലെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിലെല്ലാം നമ്മുടേതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഭാഗഭാഗിക ഉറപ്പുവരുത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നിലനിൽക്കുകയും ഈ ഒരു തരംഗം ആലുവയിൽ ആഞ്ഞടിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ മൂല്യം, അതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിൽ പലതരത്തിലുള്ള അപജയങ്ങളും അപക്വമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ശബ്ദം വേറിട്ട് നിൽക്കാനും നമ്മുടെ പ്രവർത്തന മേഖല അത് മറ്റുള്ളവർ കണ്ട് അതിനെ ആദരിക്കാനുള്ള ഒരവസരം നമുക്കുണ്ടാക്കിയെടുക്കണം. അത് തന്നെയാണ് പലപ്പോഴും ഞാൻ ഈ ലയൺസ് ക്ലബിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 15-20 വർഷമായി. ജെറോമൊക്കെ ഞങ്ങളുടെ അയലോക്കാരനാണ്, എൻ്റെ അയലോക്കാരനാണ് ജെറോം. ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ വളരെ അടുത്ത് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫെലോഷിപ്പ് ഡിന്നർ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പണ്ട് മുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവം മറ്റൊന്നാണ്. അത് വളരെയധികം സാമൂഹ്യ രംഗത്തും സമൂഹത്തിന്റെ ഉന്നതിയിലേക്കുള്ള പ്രയാണത്തിലുമൊക്കെ നിരവധി വേദികളിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ
നിസ്തർഹമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു മികവുറ്റ ഭാവി ഉണ്ടാകട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും ഈ ദേശം ക്ലബിന് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ലബിൽ ഇത്രയും കാലം ഞാൻ ഉണ്ടായിട്ട് ഇന്നൊരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാനിടയായി. പ്രസിഡന്റ് കാര്യം പറഞ്ഞല്ലോ, സെക്രട്ടറിയും ട്രഷററും വിളിച്ചു ചോദിക്കുന്നുണ്ടെന്ന്. ആ ചോദ്യം ഒരു കൊല്ലം എല്ലാവരും ചോദിക്കണം. അപ്പോഴാണ് നമ്മുടെ ക്ലബ്ബ് ഉദ്ദേശിച്ച ഫലം കാണുള്ളൂ. മിസ്റ്റർ മോഹനും വിജയും മിസ്റ്റർ പ്രസിഡന്റിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടപ്പെട്ടു. ഞാൻ 10-30 കൊല്ലമായിട്ട് പോലും അങ്ങനെ ആരും ചോദിച്ചിട്ട് എന്നോടും ചോദിച്ചില്ല. ഞാൻ 4 വർഷം പ്രസിഡന്റ് ആയിരുന്നു. ആരും എന്നോട് ചോദിച്ചില്ല. ഈ പ്രാവശ്യം ചോദിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കൊല്ലം നമ്മുടെ ദേശീയ ക്ലബ്ബ് അതിനനുസരിച്ച് ഉയരും. എല്ലാ കാര്യത്തിലും സാമ്പത്തികമായിട്ടും പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിനായിട്ടും ഈ ചോദ്യം തന്നെ ഞാനെന്ത് ചെയ്യണം. ഞാൻ പ്രസിഡന്റ് സമയത്ത് തല്ലിയേപ്പിച്ചാൽ അവരോട് കേൾക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നാളെ ചോദിക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയേണ്ട. ഗവർണറായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഈ ക്ലബ്ബ്. അതിനെ ആശ്രയിച്ച് ഒരുപാട് കാര്യം ചെയ്യും. ഞാനെന്ത് ചെയ്യണം, അതൊരു സ്ലോഗനായിട്ടോ സാറേ. ഞാനെന്ത് ചെയ്യണം, നാളെ ഞാൻ ഓരോരുത്തർ ചോദിക്കും, നാളെ ഞാൻ ചെയ്യണം. ആ ചെയ്യുന്ന അനുസരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരുടെ ആശംസകളും ദേശം ക്ലബിൽ ഞാൻ നേരുന്നു. ബഹുമാനപ്പെട്ട സെക്കൻഡ് BDG ലയൺ JF അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും ഇൻസ്റ്റലേഷൻ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അധ്യക്ഷൻ പ്രസിഡന്റ് ലയൺ ദിനേശ് ആർപൈ, അദ്ദേഹത്തിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയുള്ള റീജിയൻ ചെയർപേഴ്സൺ ലയൺ സുനിൽ ജോസഫ് MJF, സോൺ ചെയർപേഴ്സൺ ലയൺ പീറ്റർ കോയിക്കര എന്നിവർക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. മുൻ പ്രസിഡന്റ് ലയൺ ബാബു കൊല്ലപ്പറമ്പിൽ, സെക്രട്ടറി ലയൺ ജോഷി, ട്രഷറർ ലയൺ ജെറോം സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ക്ലബിനെ വളരെ ഭംഗിയായി നയിച്ചു. ഒത്തിരി സ്നേഹത്തോടെ അവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ലയൺസ് ക്ലബ് ആലുവ, ലയൺസ് ക്ലബ് ആലുവ വെസ്റ്റ്, ലയൺസ് ക്ലബ് ആലുവ മെട്രോ, ലയൺസ് ക്ലബ് ആലുവ ടൗൺ, ലയൺസ് ക്ലബ് തൃക്കാക്കര എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റാളേഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ആലുവ ലയൺസ് ക്ലബ് ഭാരവാഹികൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് സെക്കൻഡ് BDG ലയൺ JF ജോസഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലയൺ ചാർട്ടേഡ് അക്കൗണ്ട് സാഗേഷ് കുമാറിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ന്യൂ ഓഫീസ് ബെയറേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലയൺ പത്മലോകനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ന്യൂ മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലയൺ ജോഷി ജോസഫിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ലേഡീസ് ഫോറം പ്രസിഡന്റ് ശ്രീമതി ലത ജെറോമിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ലിയോ ക്ലബ് പ്രസിഡന്റ് മിസ് അവാർദിക ജെറോമിനെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള
സീനിയർ മെമ്പേഴ്സ്, പുതിയ മെമ്പേഴ്സ്, എല്ലാ ലയൺ സുഹൃത്തുക്കൾ, ലയൺ കുടുംബാംഗങ്ങൾ, കുട്ടികൾ, മറ്റ് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഇനി ചിലവ് കുറഞ്ഞ യാത്ര. ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും 7 രൂപയ്ക്ക് 70 കിലോമീറ്റർ യാത്ര. റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും. വില 55,000 രൂപ മുതൽ. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. വായ്പാ സൗകര്യം ലഭ്യമാണ്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. ഫോൺ 9037387983 9778228255. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായും ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൗൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാകും. കങ്കൻ വാട്ടർ
എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ. ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.